ബലിപെരുന്നാൾ സമാഗതമായി. നമ്മുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെയോ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയോ ഫോട്ടോ ആഡ് ചെയ്തുകൊണ്ട് ബലിപെരുന്നാൾ ആശംസ പോസ്റ്ററുകൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം ഒട്ടും കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ സ്റ്റാർട്ട് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ഏതാണോ അത് ഓഫ് ചെയ്യുക. ഞാനിപ്പോൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്, അത് ഓഫ് ചെയ്യുകയാണ്. കാരണം ഇതൊരു ഫ്രീ വേർഷൻ ആയതുകൊണ്ട് പരസ്യശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇന്റർനെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, ഇവിടെ ഇന്റർനെറ്റ് ഓഫ് ആയതുകൊണ്ടാണ് ഇവിടെ പരസ്യങ്ങളൊന്നും കാണാത്തത്. ഓക്കെ, അങ്ങനെ പരസ്യശല്യമില്ലാതെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ 5 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഏതിലും നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്തുകൊണ്ട് മനോഹരമായിട്ടുള്ള ഈദ് പോസ്റ്ററുകൾ നമുക്ക് നിർമ്മിക്കാം. ഞാനിപ്പോൾ ആദ്യത്തേത് ഇവിടെ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ലോക്കിന്റെ ചിഹ്നം ഒഴികെ മറ്റുള്ളത് ഏതും നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്തിട്ട് ഈദ് മുബാറക്ക് പോസ്റ്ററുകൾ നിർമ്മിക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു ഡിസൈൻ തിരഞ്ഞെടുക്കുകയാണ്. ഇത് ഞാൻ തിരഞ്ഞെടുത്ത ഉടനെ തന്നെ ഇവിടെ ക്യാമറ, ഗാലറി എന്ന 2 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഞാൻ ഗാലറിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഫോട്ടോസ് എന്ന ഭാഗം ഞാൻ വീണ്ടും സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ആൽബംസ് എന്ന ഭാഗത്താണ് എൻ്റെ ഫോട്ടോ ഉള്ളത്. അതിൽ നിന്നും ഞാൻ ഈ ഫോൾഡർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ക്രോപ്പ് ചെയ്യാൻ കാണിക്കും. ആവശ്യത്തിനുള്ള ഭാഗം മാത്രം ഇവിടെ ക്രോപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വലിപ്പം കൂട്ടാം, കുറക്കാം, കൃത്യമായിട്ട് ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ, മനോഹരമായിട്ട് നിങ്ങൾക്ക് നല്ല ഈദ് പോസ്റ്ററുകൾ ഇതിലൂടെ നിർമ്മിക്കാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ലോക്കിൻ്റെ ചിഹ്നം ഒഴികെ മറ്റേതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബലിപെരുന്നാളായാലും ചെറിയ പെരുന്നാളായാലും ഏതിൻ്റെയും പോസ്റ്റർ ഇതിലൂടെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ മറ്റൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ ഇവിടെ ഒരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കോർണറിൽ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇവിടെ പരസ്യം വരാൻ ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു, ഇന്റർനെറ്റ് ഓഫ് ആയതുകൊണ്ടാണ് പരസ്യം ഇല്ലാത്തത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ സേവ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും പരസ്യം കാണേണ്ടി വരും. പക്ഷേ ഇന്റർനെറ്റ് ഓഫിലാണ് ഉള്ളത്. ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. ഇവിടെ ആ പോസ്റ്റർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. പോസ്റ്റർ വന്നിട്ടില്ല. വീണ്ടും നിങ്ങൾ ബാക്ക് വന്നിട്ട് അതൊന്നും കൂടി ഓപ്പൺ ചെയ്തിട്ട് സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് സേവ് ആകാത്തത്. ഓക്കെ, എന്നാലും സേവ് ആകും. കണ്ടോ, ഡ്രാഗ് ചെയ്യുമ്പോൾ 2 എണ്ണം സേവ് ആയിട്ടുണ്ട്. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് ബാക്കി ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, മനോഹരമായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് പോസ്റ്ററുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷനും കൂടി ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഹോം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ബാക്ക് വരികയാണ്. ബാക്ക് വന്നിട്ട് ഇവിടെ വീണ്ടും സ്റ്റാർട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷൻ അത് വ്യത്യസ്തമായ മറ്റൊരു രീതിയിലാണ് സെലക്ട് ചെയ്യേണ്ടത്. അവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ കാണാൻ സാധിക്കും. ഇവിടെ ലോക്കിൻ്റെ ചിഹ്നം ഒഴികെ മറ്റേതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ നിന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്യാണ്. ഒരുപാട് നല്ല നല്ല ഡിസൈനുകളുണ്ട്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇതിൽ നിന്നും ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തു. ക്യാമറ, ഗാലറി, ഇവിടെ ഗാലറി ഞാൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഫോട്ടോസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആകും. ആൽബംസ് എന്ന ഭാഗത്താണ് ഞാൻ ഫോട്ടോ സൂക്ഷിച്ചത്. അവിടെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കുകയാണ്, ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വരും. നേരത്തെ കാണിച്ച പോലെയല്ല, ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡ്രാഗ് ചെയ്തിട്ട് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോട്ടോ മാത്രം ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അത് ഓക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഡൺ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഡൺ കൊടുത്തു. ഇവിടെ ഓക്കെ ആയിട്ടില്ല. ഒന്നുകൂടി അതൊന്ന് ശരിക്കും സെലക്ട് ചെയ്യണം എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി കൃത്യമായിട്ട് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുത്താൽ മതി. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് നമ്മുടെ ഫോട്ടോ മാത്രം ഇവിടെ വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇത് വെച്ച് കൊടുത്താൽ മതി. നല്ല മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഈദ് പോസ്റ്ററുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് താഴെ ടിക്ക് മാർക്ക് കൊടുക്കാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ കാണാൻ സാധിക്കും. ലോക്കിൽ ഇല്ലാത്തത് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ടിക്ക് മാർക്ക് കൊടുത്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. താഴെ ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. കണ്ടോ, ഇവിടെ ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ട് പരസ്യങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നേരെ ബാക്ക് വന്നിട്ട് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കുക. ഇവിടെ വന്നിട്ടില്ല. വീണ്ടും ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഒന്നുകൂടി സേവ് കൊടുക്കുക.
അതിനുശേഷം നിങ്ങളൊന്ന് ബാക്ക് വരിക. എന്നിട്ട് ഇവിടെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. വീണ്ടും ഇവിടെ സേവ് ആയതായിട്ട് കാണുന്നില്ല. ഒന്നും കൂടി നിങ്ങൾ ഇവിടെ സേവ് കൊടുക്കുക. കാരണം ഇൻ്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത്. ഓക്കെ, പരസ്യമില്ലാതെ തന്നെ നിങ്ങൾക്കിത് സേവ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, 3 പ്രാവശ്യം ഇവിടെ സേവ് ആയിട്ടുണ്ട്. ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ, പരസ്യശല്യമില്ലാതെ നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ട് ഈദ് മുബാറക് പോസ്റ്ററുകൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിർമ്മിക്കാൻ സാധിക്കും. ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഫാറ്റ ടെക്കിൻ്റെ ബലി പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.